ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ, ആരാധനയിൽ നമ്മെ നയിച്ച പാസ്റ്റർ വത്സൻ കുടുംബം, എന്നെ ഈ മീറ്റിംഗിലെ ക്ഷണിച്ച ബീന അജയ്, ഈ രാത്രി ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവത്തിന്റെ ദാസന്മാർക്കും ദാസിമാർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. എന്റെ അറിവ് ശരിയാണെങ്കിൽ 809 ദിവസം ഈ പ്രാർത്ഥന നടത്തപ്പെടുവാനിടയായിത്തീർന്നു. അതിന്റെ പിൻപിൽ പ്രാർത്ഥിക്കുകയും അഹോരാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ ഒത്തിരി ബന്ധപ്പാടുകളുണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ദാസി ബീന അജയെ ദൈവം സഹായിക്കട്ടെ. തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ ടീം അംഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ ഒരു ദൈവപ്രവൃത്തി ഇതിനകത്തൂടെ ദൈവം ചെയ്യും. വളരെ പ്രാർത്ഥനയോടും ആഗ്രഹത്തോടും വിശ്വാസത്തോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കാം. എല്ലാവരെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. ഈ രാത്രി എനിക്ക് ഈ മീറ്റിങ്ങിന്റെ ക്ഷണം ലഭിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ദൈവം പ്രകാശം നൽകിയ ഒരു വചനമാണ് ഈ രാത്രി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 52-ാം വാക്യമാണ് നമുക്കൊന്നിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 52-ാം വാക്യം. യേശു അവനോട് പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ തിരുവചന ഭാഗമാണ് പ്രകാശമായി ദൈവം നൽകിയത്. അതിന്റെ 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിലാണ് കർത്താവ് ഈ സംഭവം കർത്താവിന്റെ സാന്നിധ്യത്തിൽ കർത്താവിനാൽ പ്രവർത്തിച്ചത് വെളിപ്പെടുത്തിയിരിക്കുന്ന ഭാഗം. മറ്റു കൂടുതൽ വിവരത്തിലേക്ക് ഞാൻ പോകാതെ വണ്ണം ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് പ്രകാശം തന്ന ചില ഭാഗങ്ങളിലേക്ക് പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. വചനത്തിന് ശക്തിയുണ്ട്, വചനത്തിന് പ്രവർത്തിക്കാൻ കഴിയും, വചനത്തിന് പോകാൻ കഴിയും, വചനത്തിന് ഉയർത്താൻ കഴിയും. വചനം അനുസരിച്ച്, വചനം പ്രമാണിച്ച്, വചനം ചെയ്ത് അതിന് നന്മ അനുഭവിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതിന്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. പശ്ചാത്തലങ്ങളിലേക്ക് പോകാതെ ഒന്നും ഈ പ്രകാശം തന്ന ഭാഗത്തു നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. യേശു അവനോട് പോകാം. അവന് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് നമുക്കറിയാമല്ലോ. അവൻ ഇരിക്കുന്നത് എരിഹോവിലാണെന്നും നമുക്കറിയാം. അവന് പരസഹായം ഇല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. പക്ഷേ കർത്താവിന് അവനെ കൊണ്ടൊരു ഉദ്ദേശം ഉണ്ടായിരുന്നത് കൊണ്ട് ആ എരിഹോവിലെത്തി കർത്താവ് തുടർന്ന് കടന്നു പോവുകയാണ്. എരിഹോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ശാപഗ്രസ്തമായ ഒരു ദേശമാണ്. യോശുവയുടെ പുസ്തകത്തിൽ യോശുവയുടെ നേതൃത്വത്തിൽ മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ട ദൈവത്തിന്റെ ജനം കടന്നു പോകുമ്പോൾ, വാഗ്ദത്ത കനാനിലേക്ക് കടന്നു പോകുമ്പോൾ അവർക്ക് എതിരെ തടസ്സമായി നിന്ന ഒരു സ്ഥലമാണ് എരിഹോ. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ ആരംഭത്തിൽ വായിക്കുന്നത്, ഇസ്രായേൽ ജനം നിമിത്തം എരിഹോം അടച്ച് ഉറപ്പാക്കി. ദൈവം വിളിച്ച ജനം, ദൈവത്തിന്റെ സ്വന്തം ജനം, ദൈവത്തിന്റെ സമ്പത്തായിരിക്കുന്ന ജനം, ദൈവീയ സംരക്ഷണമുള്ള ജനം, ദൈവത്തിന്റെ പ്ലാനിലേക്ക് പോകുന്ന ജനം, ദൈവത്തിന്റെ പൂർണ്ണമായ അധികാരത്തിലുള്ള തന്റെ ജനമാണ്. പക്ഷേ എരിഹോം തന്റെ ജനത്തിനെതിരെ അടച്ചുറപ്പാക്കി. ഇന്ന് ഈ രാത്രിയിൽ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നാളുകളായി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് ദൈവത്തിന് വിടുതലും ഉദ്ധാരണവും തരുവാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടെങ്കിൽ എന്ത് തടസ്സം വന്നാലും, എന്ത് അടച്ചുറപ്പാക്കിയാലും, എന്ത് അതിനെ മേൽ മുദ്ര വെച്ച് ഉറപ്പാക്കിയാലും
ദൈവം അതിന്റെ മേൽ വിടുതൽ തരാൻ ശക്തനായ ദൈവമാണെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയട്ടെ. സ്തോത്രം. അപ്പൊ ഇസ്രായേൽ ജനം നിമിത്തമാണ് എരിഹോവും അടച്ചുറപ്പാക്കിയത്. ആമേൻ. അപ്പൊ യോശുവയോട് നമുക്കറിയാം, ദൈവം സംസാരിച്ചു. ജനത്തെ നയിക്കാനായിട്ട് യോശുവയെ ദൈവം അഭിഷേകം ചെയ്തു. മോശയുടെ കാലശേഷം ഈ മോശ യോശുവയെ കരം വെച്ച് അനുഗ്രഹിച്ചു, നിയോഗങ്ങൾ കൊടുത്തു എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. യോശുവയുടെ ദിവസം 1-ാം അധ്യായത്തിൽ വരുന്ന, നിന്റെ വായിലിരിക്കണം ദൈവത്തിന്റെ വചനം, നിന്റെ ഹൃദയത്തിലിരിക്കണം, നീ അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. നീ അത് ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. ഇന്ന് ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളോട് ദൈവാത്മാവ് നിയോഗത്തോടെ പറയുന്നത്, ദൈവവചനം പ്രമാണിച്ച്, ദൈവവചനം അനുസരിച്ച്, ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവ പൈതലെ, നിന്റെ പ്രവൃത്തികൾക്ക് ഫലമില്ലെന്ന് നീ പറയുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്, ദൈവത്തിന്റെ വിടുതലുണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിന്റെ പ്ലാൻ നമ്മുടെ മേൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഉറപ്പുള്ളവരെ സ്തോത്രം ചെയ്യുവാനായിട്ട് തയ്യാറാകണം. ദൈവത്തിന് സ്തോത്രം. അപ്പം നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനാകുമെന്ന്. ഏതെങ്കിലും തരത്തിൽ ക്ഷീണിച്ചോ മടുത്തോ ഇരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പറയോ, വചനം പ്രമാണിക്കുന്ന ദൈവപൈതലേ, വചനം നിന്റെ വായിലും ഹൃദയത്തിലും അത് ധ്യാനിച്ചുകൊണ്ട് അതിനുവേണ്ടി നിൽക്കുന്ന ദൈവപൈതലേ, അത് വാക്തത്വമാണ്. ആ വാക്തത്വങ്ങളെ പറഞ്ഞിട്ട് പോകുന്ന ദൈവമല്ല, അത് നിവർത്തിച്ചു തരുന്ന നല്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയണം. വളരെ പ്രാർത്ഥനയോട് ദൈവമക്കളായിരിക്കാനോട്ട് ഓർപ്പിക്കുകയാണ്. സ്തോത്രം. ആമേൻ. ക്ഷീണിച്ചു മടുത്തു പോകരുത്, പ്രാർത്ഥനയിൽ ക്ഷീണിക്കരുത്, ആമേൻ. വിശ്വാസത്തിൽ തളരരുത്. നാം ഉറപ്പോടെ നിൽക്കുന്നുവെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി ഈ രാത്രി വലിയവ ചെയ്യുമെന്ന് ഉറപ്പുള്ളവരെ സ്തോത്രം ചെയ്യാനായിട്ട് തയ്യാറാകണം. സ്തോത്രം. ഹല്ലേലൂയ. മറ്റൊരു കാര്യം, ദൈവത്തിന് സ്തോത്രം. യോശുവ തന്റെ ജനത്തെ നയിക്കാനായിട്ട് ദൈവനിയോഗത്താൽ മുൻപോട്ട് പോകുമ്പോഴാണ് ഇസ്രായേൽ ജനം നിമിത്തം എരിഹോ അടച്ച് ഉറപ്പാക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അതിന്റെ വിശദീകരണത്തിനായിട്ട് ഞാൻ പോകുന്നില്ല. എന്തുകൊണ്ട് ആമേൻ ആ എരിഹോ ശപിക്കപ്പെട്ടു? അന്ന് യോശുവയുടെ നേതൃത്വത്തിൽ ദൈവത്തിന്റെ ജനത്തിന്റെ മുൻപിൽ മതിൽ ഇടിഞ്ഞു താണിട്ട് അവർ അതിന് മുകളിൽ കൂടെ നേരെ മുൻപോട്ട് നടന്നു എന്ന് വായിക്കുന്നുള്ളു. അന്ന് യോശുവ പറഞ്ഞ വാക്കാണ്, നിന്റെ മേലൊരു അഭിഷേകവും നിന്റെ മേലൊരു ദൈവിക പദ്ധതിയും ഉണ്ടെങ്കിൽ നിന്റെ നാവിനും ഒരു അധികാരമുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യട്ടെ. നമ്മുടെ നാവ് എല്ലാത്തിനും ഉപയോഗിക്കാനുള്ളതല്ല. ആമേൻ. കർത്താവിന് വേണ്ടി വേർതിരിച്ചാൽ ഒരു അഭിഷേകത്തിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ആമേൻ. അതുകൊണ്ട് നീ പറയുന്ന വാക്കുകൾക്ക് അതിന്റെ പ്രവൃത്തി ചെയ്യാൻ കഴിയുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അതെ, നാം ഒരു വാക്ക് പറഞ്ഞാൽ അതിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. അതുകൊണ്ട് ദൈവത്താൽ വിളിക്കപ്പെട്ട, വചനത്തിന് വേണ്ടി വിളിക്കപ്പെട്ട, ദൈവിക പദ്ധതിക്കകത്തുള്ള ദൈവത്തിന്റെ ജനത്തോട് പറയട്ടെ, നമ്മുടെ മേൽ ഒരു അധികാരം ദൈവം തന്നിട്ടുണ്ട്. അത് വെച്ചേക്കാനുള്ളതല്ല, അത് മാറ്റാനുള്ളതല്ല, അത് ഉപയോഗിക്കാനുള്ളതാണ്. ഉപയോഗിക്കണമെങ്കിൽ യോശുവ പറഞ്ഞതുപോലെ നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന ഒരു വാക്കും നമുക്ക് ദൈവാത്മാവ് തരികയാ, പ്രകാശിപ്പിക്കുക. നാവ് ഒരു ചെറിയ അവയവമെങ്കിലും വലിയ കാട് കത്തിച്ചു കളയുമെന്നാണ്. അപ്പൊ നമ്മുടെ നാവ് കർത്താവിന്റെ അഭിഷേകം പ്രാപിച്ച് അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവവേദനെ, നീ പറയുന്ന വാക്കുകൾക്ക് അത് പ്രവൃത്തിയിൽ വരാൻ കഴിയുന്നതാണെന്ന് തിരിച്ചറിയട്ടെ. ആമേൻ. സദൃശ്യവാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ആമേൻ, സ്തോത്രം, ജീവനും മരണവും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളെ, ലോകത്തിൽ ഇന്ന് എന്തൊക്കെയാ? രാഷ്ട്രീയ പാർട്ടികൾ തന്നെ മത്സരങ്ങളാണ്. വ്യക്തികൾ തന്നെ, കുടുംബങ്ങൾ തന്നെ, സമൂഹം തന്നെ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൽ കൂടെ കുലപാതകം വരെ നടക്കുന്ന, തകർത്തു കളയുന്ന അനുഭവങ്ങൾ ലോകത്തിൽ എവിടെയും പൈശാചിക ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു അധികാരമുണ്ട്. സ്വർഗീയമായ അധികാരമാണ്. അത് കർത്താവ് നമുക്ക് തന്നതാണ്. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാനുള്ളതല്ല. ദൈവത്തിന്റെ പരമാധികാരത്തിൽ, ദൈവത്തിന്റെ പദ്ധതിയിൽ, ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നീ ആയിരിക്കുന്നുവെങ്കിൽ നിനക്ക് ഒരു അധികാര കൈമാറ്റം തരാൻ ഇന്ന് രാത്രി
ദൈവത്തിന് പ്ലാൻ ഉണ്ട്. ആമേൻ. ദൈവാത്മാവ് പറയുക, ഇതിനകത്തുള്ള ചില ജീവിതങ്ങളെ കർത്താവിന് വേണ്ടി വേർതിരിയപ്പെട്ട് നിർത്തുവാൻ, ആമേൻ, ദൈവത്തിന്റെ അഭിഷേകം നൽകുവാൻ, ദൈവത്തിന് വേണ്ടി ചില വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ട്. നാളുകളായി വചനം കേട്ടിട്ടും അതിന് സമർപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി അത് നിന്റെ ദിവസമാണെന്ന് ആത്മാവ് വ്യക്തമായി ആലോചന പറയുകയാണ്. അതുരല്ല ഘടകമനകൾ ശന്തനാറിയാല യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. ഹല്ലേലൂയ. അപ്പൊ യോശുവ പറഞ്ഞ വാക്ക് അത് ദൈവം അംഗീകരിച്ചിട്ട് അത് പണിയാൻ തുടങ്ങിയാൽ നിന്റെ മകൻ അഥവാ ആദ്യജാതനും മറ്റുള്ള അനുഭവത്തിൽ തലമുറകൾ നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ 34-ാം വാക്യത്തിൽ ആ പറഞ്ഞ വാക്ക് നിറവേറിയതായിട്ട് വായിക്കുന്നുണ്ട്. ഞാൻ അവിടേക്ക് പോകുന്നില്ല. സ്വത്രം. പിന്നെ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് കർത്താവ് പറഞ്ഞ ഉപമയിലും എരികവും പിടിച്ചു പറിക്കുന്ന ഇടമാണ്. അർത്ഥപ്രാണനായി വിട്ടയക്കുന്നു, ഒന്നുമില്ലാത്തവരായി വിട്ടയക്കുന്ന ഒരു പദ്ധതിയുള്ള ഇടമാണ്. നിന്റെ ജീവൻ പോലും അപകടത്തിലാകുന്ന ഒരു ഇടമാണ്. പക്ഷേ ഇന്ന് രാത്രി ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെട്ട ദൈവമൈതലേ, ചിലപ്പോൾ നീ പാർക്കുന്ന ഇടം, നിന്റെ ഭവനമൊക്കെ ശാപഗ്രസ്തമായിരിക്കും, ദേശം ശാപഗ്രസ്തമായിരിക്കും. പക്ഷെ നീ യേശുവിനാൽ വിടിവിക്കപ്പെട്ടെങ്കിൽ, യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിൽ, യേശുവിന്റെ പ്ലാനിനകത്ത് നിന്നെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, അത് തിരഞ്ഞെടുത്തെങ്കിൽ അവിടം അനുഗ്രഹങ്ങളെ ചൊരിയുവാൻ കർത്താവിന് കഴിയുമെന്ന് ഇന്ന് രാത്രി ആത്മാവ് ആലോചന പറയുക. ചില കുടുംബങ്ങളിലേക്ക്, ചില തലമുറയിലേക്ക് ദൈവിക ബ്ലെസ്സിങ്, ദൈവിക അനുഗ്രഹം പകരപ്പെടുന്ന രാത്രിയാണെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ആലോചന പറയുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചു കൊള്ളുക. ഇന്ന് രാത്രി എന്റെ ദിവസമാണ്. എന്റെ ഭവനത്തിലെ അവസ്ഥ മാറുന്ന ദിവസമാണെന്ന് ദൈവാത്മാവ് ശക്തമായി പറയുക. വിശ്വസിച്ചു കൊള്ളുക. കേട്ടിട്ട് പോകാനുള്ളതല്ല, അത് ഏറ്റെടുത്തുണ്ട്. ഇന്ന് പകൽ ഈ രാത്രി വിളിച്ചു പറയൂ, ഞാൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടും. യേശുവിന്റെ നാമത്തിൽ പ്രിയ കൊച്ചുമോനോട് ദൈവാത്മാവ് ഇടപെടുകയാ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ചെയ്യാൻ ദൈവം കണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ്. ആമേൻ, ആമേൻ, ആമേൻ. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇത് മാറുന്നില്ല? പലപ്പോഴും പ്രതിബന്ധങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുന്നു. എന്താ കർത്താവേ ഇത് മാറാത്തതെന്ന് ചോദിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് പറയുക, യേശു വന്നാൽ സ്ഥിതി മാറും. ആമേൻ, ആമേൻ. യേശു നിന്റെ അകത്തുണ്ടെങ്കിൽ, നിന്റെ വീട്ടിലുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഉണ്ടെങ്കിൽ അത് മാറ്റം തരാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രി ആത്മാവ് ആലോചന പറയുക. ദൈവകരങ്ങൾ ഏൽപ്പിച്ച് എല്ലാവരും സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ. ഹല്ലേലൂയ. അധുനാ റഗൽ ഘടകസിയ. അവിടേക്കാ കർത്താവ് വന്നത്. ആമേൻ, ആമേൻ, ആമേൻ. എരിഹോവിലെത്തി അവൻ കടന്നു പോകാൻ ശ്രമിക്കുമ്പോഴാണ് ഈ മനുഷ്യൻ വാസ്തവമായി ദൈവത്തിന്റെ പ്രവൃത്തി കാണാനായിട്ടുള്ള വിശ്വാസത്തോടെ വിളിക്കുന്നത്. ഇന്ന് രാത്രി പറയട്ടെ, നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് വരുമെങ്കിൽ പിൻപിലെ അവസ്ഥ ഒന്നും നോക്കണ്ട. പണ്ട് എങ്ങനെ ആയിരുന്നു എന്ന് നോക്കണ്ട, ഇപ്പോഴെങ്ങനെ ആയിരിക്കുന്നു എന്ന് നോക്കണ്ട. വിശ്വാസത്തോടെ പറയാൻ തയ്യാറാകണം, യേശു എന്റെ ജീവിതത്തിൽ വലിയവ ചെയ്യുമെന്ന്. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ചില കുടുംബങ്ങൾക്കകത്തേക്ക് ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്ന ദിനങ്ങളാണെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് പറയും. ഈ രാത്രി നിന്റെ മേൽ ഒരു ദൈവിക പദ്ധതിയും പ്ലാനും ദൈവം നടപ്പാക്കാൻ പോകുക. വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ ഇരിക്കുന്ന അവസ്ഥ, ഞാൻ ബുദ്ധിമുട്ടിൽ, ക്ലേശങ്ങളിൽ കൂടെ കടന്നു പോകുന്ന അവസ്ഥ, എല്ലാ നിലയിലും ഒന്നും പൂർണ്ണത വരാൻ കഴിയാതെ വണ്ണം ആയിരിക്കുന്ന അനുഭവങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ട് ദൈവികമായ പദ്ധതിക്കകത്തേക്ക്, ദൈവികമായ പ്ലാനിനകത്തേക്ക്
നിന്നെ കൊണ്ടുവരുവാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുക. അവൻ സഹോദരൻ ബിജുവിനോട് ദൈവം ഇടപെടുക. ഇന്ന് രാത്രി അവൻ ദൈവത്തിന്റെ ബ്ലെസ്സിങ് നിന്റെ ഭവനത്തിനകത്തേക്ക് ദൈവം അയക്കാൻ പോകുക. ചില ശാപകരമായ അനുഭവങ്ങൾ, പാരമ്പര്യമായി പിൻപറ്റി വരുന്ന അനുഭവങ്ങളെ അമ്മ മാറ്റിക്കളഞ്ഞിട്ട് ദൈവിക പ്രവൃത്തി ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നുവെന്ന് നീ തിരിച്ചറിയുമെങ്കിൽ അമ്മ പഴയതൊക്കെ വിട്ടുകളഞ്ഞിട്ട് ചാടി എഴുന്നേറ്റ് മുൻപോട്ട് പോകാൻ ദൈവാത്മാവ് വ്യക്തമായി ഇടപെടുക. അടകല ഘടകം ദുനവശബ്ദനാദിയാര യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. ആമേൻ, ആമേൻ, ആമേൻ. യേശുവിൻ നാമത്തിൽ ജയം. അവൻ എരിഹോവിൽ ഇരുന്നു എന്നാണ് വായിക്കുന്നത്. എന്തോ അതിനായിരിക്കുന്നത്? ഇരക്കാന്. സ്തോത്രം. ഉപജീവനമാർഗങ്ങൾക്ക് നേടിയെടുക്കാൻ. ചിലർക്കാണ് കർത്താവിനെ പിൻപറ്റുന്നത് എന്തെങ്കിലുമൊക്കെ താൽക്കാലിക വിടുതൽ ലഭിക്കാൻ വേണ്ടിയാ. എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ശക്തമായിട്ട് ഈ ആത്മാവ് ഇടപെടുകയാണ്. സ്തോത്രം, സ്തോത്രം. ഈ താൽക്കാലികമായ വിടുതലിന് വേണ്ടി അല്ല നിന്നെ എനിക്ക് ദൈവം കണ്ടിരിക്കുന്നത്. നിത്യമായ ഒരു പദ്ധതിക്കകത്ത് നിന്നെ ആക്കി ദൈവിക പ്ലാനിൽ നിന്നെ നയിക്കാൻ ദൈവത്തിൽ പ്ലാൻ ഉണ്ടെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയട്ടെ. സാഹചര്യങ്ങൾ നോക്കണ്ട, ഇപ്പോഴുള്ളത് നോക്കണ്ട. കർത്താവിന് വേണ്ടി മുൻപോട്ട് ലക്ഷ്യത്തിലേക്ക് ഓടാൻ ദൈവാത്മാവ് ഇടപെടുകയാ. സ്വത്രം, സ്വത്രം, സ്വത്രം. ഹല്ലേലൂയ. പ്രിയ മേരിക്കുട്ടി ശാമുവേലിനോട് ദൈവാത്മാവ് ഇടപെടുകയാ. സ്ഥിതികൾ മാറ്റി ഉയർച്ച നൽകാൻ വാഗ്ദത്തങ്ങളെ തന്നെങ്കിൽ അത് നിവർത്തിച്ചു തരാൻ കരുത്തുള്ള ഒരു കർത്താവാണ് ഞാൻ സേവിക്കുന്ന ദൈവമെന്ന് പ്രതികൂലങ്ങളും നടുവിലും ആഴമായി വിശ്വസിച്ച് ഉറപ്പോടെ നിൽക്കുമെങ്കിൽ ദൈവം സ്ഥിതി മാറ്റുന്ന ദൈവമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുക. ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. ഞാൻ മടങ്ങി വരട്ടെ. ദൈവത്തിന് സ്തോത്രം. അതേ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെയാണ് കർത്താവ് പുറപ്പെട്ടു പോകുന്നത്. അപ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ. നോക്കണമേ, സ്തോത്രം. കുരുടനായ മനുഷ്യൻ ഇരക്കുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, സമൂലമായ ഒരു പരിവർത്തനം തരാൻ ദൈവത്തിന് കഴിയുമെന്ന് നാം തിരിച്ചറിയട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പാസ്റ്റർ വത്സലനോട് ദൈവാത്മാവ് ഇടപെടുന്നു. സ്തോത്രം. ചില പ്രവർത്തികൾ എനിക്ക് വേണ്ടി ചെയ്യാൻ ഞാൻ കണ്ടിട്ടുള്ളത്. സ്തോത്രം. ചില അധികാരത്തിന്റെ ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാനുള്ള അധികാരം ഞാൻ ചെയ്തെടുക്കാൻ പോകുകയെ. എന്നാൽ പൂർണ്ണമായി ഉറപ്പോടെ നിൽക്കാൻ കഴിയാതവണ്ണം പലപ്പോഴും പാരമ്പര്യമായി ചില പ്രതിസന്ധികളിൽ കൂടെ തടസ്സങ്ങൾ ഇട്ടുകൊണ്ട് പോരാടുന്ന പോരാട്ടങ്ങളും അതിൻ്റെ അവസ്ഥകളുമുണ്ട്. എന്നാൽ ഞാൻ ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി, ഇരിപ്പ് മാറ്റി, നടപ്പ് മാറ്റി, എല്ലാം ചേഞ്ച് ആക്കിയെങ്കിൽ വ്യത്യസ്തമായ ചില തലങ്ങളിൽ കൂടെ എന്റെ ദാസനെ നയിക്കാൻ എനിക്ക് പ്ലാൻ ഉണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവ് വ്യക്തമായി ഇടപെടുകയാണ്. ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകട്ടെ. ഒരു അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. സ്വർഗത്തിനും ഭൂമിക്കും പാതാളത്തിനും നാഥനായ കർത്താവാണ് നമ്മുടെ രക്ഷകൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമുക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്നവൻ. എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. അവൻ സകലത്തിന്റെയും കാരണഭൂതനാണ്, അവൻ സകലത്തിന്റെയും ഉടമസ്ഥനാണ്. ഒരു വാക്കുകൊണ്ട് സകലത്തെയും അവൻ ഉളവാക്കുന്ന ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെന്ന് ഇന്ന് രാത്രി ആത്മാവിടുക. ദൈവത്തിന്റെ ദാസനോട് ദൈവം ഇടപെടുന്നു. ചില യാത്രകൾക്കായുള്ള പ്രാർത്ഥനയും ഒരുക്കും ചെയ്യുവാൻ ദൈവാത്മാവ് ഇടപെടുകയാണ്. സ്തോത്രം. എനിക്ക് ചില കാര്യങ്ങൾ എന്റെ ദാസനെ കൂടെ ചെയ്യാനുണ്ടെന്നും ആത്മാവ് ഇടപെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവത്തിന് സ്തോത്രം. അവിടെ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. ദൈവത്തിന് സ്തോത്രം.
നിങ്ങൾ കേട്ടിട്ടുള്ള വചനം തന്നെയാണ് ഇന്ന് രാത്രി ഇടപെടുന്നത്. പക്ഷെ ദൈവാത്മാവിനോട് പറയുന്ന വിവേചനപരമായ വ്യക്തികളോട് ഉണ്ടെങ്കിൽ ഞാനത് പറയും. നമുക്കൊന്നിച്ചുള്ള ആലോചനയാണ് ഇന്ന് രാത്രി ദൈവാത്മാവ് നൽകുന്നത്. എന്നാൽ വ്യക്തിപരമായി ചിലരോട് പറയാൻ ദൈവാത്മാവ് പ്രേരണ തരുമ്പോഴാണ് സംസാരിക്കുന്നത്. എല്ലാവരോടും ഇടപെടണമെന്നില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം, ആമേൻ. എന്നാൽ ഇടപെടേണ്ടവരോട് ദൈവം ഇടപെടുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. നോക്കണമേ, എത്രയോ പേര് അവിടെ പറഞ്ഞത് വലിയ പുരുഷാരവുമായി യേശു പോകുകയാണ്. സ്തോത്രം, ആമേൻ. ആമേൻ. ഒരിക്കൽ ആമേൻ രക്തസ്രവമുള്ള സ്ത്രീ തന്റെ ജീവിതത്തിന്റെ പൂർണ്ണമായ സാഹചര്യങ്ങൾ മോശമായി, ആരോഗ്യം പോയി, സമ്പത്ത് പോയി, ആമേൻ. തന്നെ ആർക്കും ആമേൻ സഹായിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു. ആമേൻ. അവിടെ കൂടെ ആമേൻ യേശുവിന്റെ വസ്തുത കേട്ടപ്പോൾ ആമേൻ ആ സ്ത്രീ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു. അവിടെ ആരോഗ്യം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, അവളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. 12 വർഷമൊക്കെ രക്തസ്രവമായിരിക്കുകയാണെങ്കിൽ പിന്നെ അതിന്റെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. സ്തോത്രം. പക്ഷെ അവിടെ കേട്ട മാത്രയിൽ തന്നെ അവിടെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു. ഞാൻ യേശുവിന്റെ അടുക്കൽ പോകും, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും ഒന്ന് തൊടും, ഞാൻ സൗഖ്യം പ്രാപിച്ചു മടങ്ങി വരുമെന്ന് ഉള്ള വലിയ ആഴമായ വിശ്വാസം അവിടെ അകത്ത് അങ്കുരിച്ചു. സ്തോത്രം, ആമേൻ. അതിന് ആമേൻ ആമേൻ ആ ഉരുമായ വിശ്വാസത്തെ ഉറപ്പിച്ച് പോഷിപ്പിച്ച് യാത്ര ചെയ്ത് യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ മുഴുവൻ പ്രതിബദ്ധം. അവരുടെ വിശ്വാസത്തിന് പ്രവൃത്തി വരാൻ കഴിയാത്ത നിലയിൽ പ്രതിസന്ധി. സ്തോത്രം. അതിലോട്ട് പോകുന്നില്ല, അവിടെ ഇടപെടുന്നോണ്ട് പറയട്ടെ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസിമാരെ, ദാസന്മാരെ, നമ്മുടെ വിശ്വാസവുമായി ഉറപ്പോടെ നമ്മൾ സ്റ്റെപ്പുകൾ വെച്ച് അവൻ ചെല്ലുമ്പോൾ ആമേൻ നമ്മുടെ നന്മ, നമ്മുടെ വിടുതൽ, നമ്മുടെ ഫലം മാറിപ്പോകുന്ന സാഹചര്യങ്ങൾ വന്നേക്കാം. പക്ഷേ നമ്മുടെ വിശ്വാസത്തിന് ഒരിക്കലും ഒരു കുറവും വരാൻ പാടില്ല. എന്താ ഇത് ഇടവരാൻ കാരണം? വലിയ പുരുഷാരം, 12 ശിഷ്യന്മാർ, അതിനപ്പുറത്ത് 500 ശിഷ്യന്മാർ, അങ്ങനെ ഒരുപാട് വലിയ ജനക്കൂട്ടത്തിന്റെ മുൻപിൽ കൂടെ ഇടയിൽ കൂടെ കർത്താവ് പോകുമ്പോൾ യേശു ഒരു ചോദ്യം ചോദിക്കുക, എന്നെ തൊട്ടതാരെ? സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ ഉറപ്പ് ഏതു സാഹചര്യങ്ങൾ വന്നാലും അത് മുറുകെ പിടിക്കുവാനും വിശ്വസിക്കാനും തയ്യാറായാൽ അതൊരു തടസ്സമല്ല. ആമേൻ. നമ്മുടെ കർത്താവിന് അവിടെയും പ്രവർത്തിക്കാൻ കഴിയും. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അപ്പൊ ശിഷ്യന്മാർ കൊടുത്ത മറുപടിയൊക്കെ നമുക്കറിയാമല്ലോ, കേട്ടിട്ടുണ്ടല്ലോ. ആമേൻ. 809 ദിവസമായല്ലോ ഈ പ്രാർത്ഥന. അപ്പൊ എത്രയോ ദൈവദാസന്മാർ, ശ്രേഷ്ഠരായ ശക്തരായ അനേകരും വന്ന് സംസാരിച്ചിട്ടുണ്ടല്ലോ. ആമേൻ. ഞാൻ പറയട്ടെ, ഈ വചനത്തിൽ കൂടെയാണ് മാറി മാറി നമ്മോട് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ വചനം ഏറ്റെടുക്കുവാൻ, വിശ്വസിക്കാൻ തയ്യാറാകണം. തടസ്സങ്ങളെ മുൻപിൽ കാണരുത്, പ്രതിബന്ധങ്ങളെ കാണരുത്. ആമേൻ. നമ്മുടെ മുൻപിൽ എന്തു തന്നെ പ്രതിബന്ധങ്ങൾ വന്നാലും നമ്മെ സഹായിപ്പാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രി നമുക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ കരം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അവൾ ഇതാ കുനിഞ്ഞ് ആ യേശു കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. ക്ഷണത്തിൽ ശക്തി പുറപ്പെട്ട് അവളെ സൗഖ്യമാക്കി. ഈ രാത്രി ചിലരെ സൗഖ്യമാക്കുവാൻ ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട്, ദൈവാത്മാവ് ഇടപെടുന്നുണ്ട്. അതിനുള്ള ആഴമായ ഒരു വിശ്വാസം ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. ആ വിശ്വാസത്തെ ഏറ്റുപറയാനും തയ്യാറാകട്ടെ. ദൈവ വിടുതൽ നമ്മുടെ മേൽ ദൈവം ചെയ്യാൻ പോകുക. സ്തോത്രം, ഹല്ലേലൂയ. മീര ഉല്ലാസ് എന്ന സഹോദരിയോട് ദൈവം ഇടപെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിനക്കൊരു കൃപ തന്നിട്ടുള്ളത് നിനക്ക് മാത്രമല്ല, അത് മറ്റുള്ളവർക്കും ഒരനുഗ്രഹ കാരണമായി തീരുവാൻ തക്കവണ്ണം ഉപയോഗിക്കണമെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. ആമേൻ. നിനക്ക് മാത്രമല്ല ആ വിടുതൽ, അത് നിന്നിൽ കൂടെയും മറ്റുള്ളവരിലേക്ക് ആ വിടുതൽ നൽകുവാൻ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നു. ശക്തമായി പ്രാർത്ഥനയിൽ പോരാടട്ടെ, ദൈവിക അരുളപ്പാടുകൾ പ്രാപിക്കട്ടെ എന്ന് ആത്മാവ് ശക്തമായി ഇടപെടുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. നോക്കണമേ, അവിടെ ഇതാ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുൻപോട്ട് പോയ ആ സഹോദരന്റെ മേൽ ദൈവത്തിന്റെ വിടുതൽ ശക്തി
ശക്തി വ്യാപരിക്കുവാനിടയായിത്തീർന്നു. അപ്പോൾ ഏതൊക്കെ മണ്ഡലത്തിൽ അവൾക്ക് വിടുതൽ കിട്ടി? ശരീരമണ്ഡലത്തിൽ, ആത്മമണ്ഡലത്തിൽ, ഭൗതിക മണ്ഡലത്തിൽ, എല്ലാ നിലയിലും അവൾ വിടുതൽ പ്രാപിച്ചാണ് മടങ്ങിപ്പോയത്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മെ പ്രവർത്തിക്കാൻ ശക്തനെന്ന് ഉറപ്പോടെ വിശ്വസിച്ച് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ. ദൈവത്തിന് മഹത്വം. ഞാനൊന്ന് മടങ്ങി വരാൻ ആഗ്രഹിക്കുക. ബഹുപുരുഷാരത്തോടുകൂടെ കടന്നു പോകുമ്പോൾ നോക്കണമേ, ഈ മനുഷ്യൻ അവിടെ ഇരുന്ന് വിളിക്കാനായിട്ട് തുടങ്ങി. ആമേൻ, സ്തോത്രം. ആമേൻ, ആമേൻ. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കാൻ തുടങ്ങി. പലരും അതിനെ തടസ്സം ചെയ്തെങ്കിലും തൻ്റെ ആവശ്യകത, തൻ്റെ ആമേൻ ആഴമായിട്ടുള്ള വിശ്വാസം, ഉറപ്പ്, ധൈര്യം, ആമേൻ, തനിക്ക് പ്രതിബന്ധങ്ങൾ വന്നെങ്കിലും അതിന് തടസ്സങ്ങൾ വരാതവണ്ണം താൻ വിടുതൽ പ്രാപിക്കുമെന്നുള്ളതായ ഉറപ്പോടെ വിളിച്ചു. അവിടെയാണ് യേശു നിന്നത്. ഞാന് ആ ഭാഗത്തെ കുറച്ചുകൊണ്ട് എനിക്ക് 2-3 കാര്യങ്ങളൂടെ ആമേ പറയാനായിട്ടുണ്ട് തന്ന വാക്യത്തിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുക. നോക്കണമേ, ആമേ, കർത്താവ് ആമേ തന്നെ വിളിച്ചു, ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക എന്നൊക്കെ പറഞ്ഞ് ആളുകൾ തന്നെ ആമൻ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോ ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഇന്ന് രാത്രി നമ്മുടെ മുമ്പിലുള്ളതായ ഏതു കാര്യങ്ങൾ ആകട്ടെ, അതിൻ്റെ മേൽ ഒരു ദൈവിക ആമേൻ മറുപടി ലഭിക്കണമെങ്കിൽ നാം തന്നെ പറയണം. സ്തോത്രം. നമ്മുടെ കർത്താവിനോട് പറയണം. ആമേൻ. നമുക്കറിയാം, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കർത്താവിനോട് സംഭാഷിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന കർത്താവിനോട് ആവശ്യങ്ങൾ അറിയിക്കുന്നതാണ്. എന്നാൽ അതിനു മുമ്പേ നമ്മൾ ഇന്ന് വരെ പ്രാപിച്ച നന്മകൾക്ക് അല്പസമയം സ്തോത്രം ചെയ്യാൻ തയ്യാറാകുമെങ്കിൽ അത് ദൈവത്തിന് പ്രസാദമാണ്, ദൈവത്തിന് ആമേൻ ഇഷ്ടമാണ്. സ്തോത്രം ചെയ്യാൻ തയ്യാറാകും. ഈ പ്രാർത്ഥനയൊക്കെ ആ നിലയിൽ ക്രമീകരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ കർത്താവിനോട് സംഭാഷിക്കുന്ന ഒരനുഭവമാണ് പ്രാർത്ഥന എന്നുള്ളത്. അവന് അടുക്കൽ വന്നപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തേ തരേണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, എനിക്ക് കാഴ്ച ലഭിക്കണം. 51-ാം വാക്യത്തിലുണ്ട്. ഞാൻ അതിലേക്ക് പോകാൻ പ്രവേശിക്കുന്നില്ല. അവൻ പറഞ്ഞതുപോലെ ആമേ, കർത്താവ് പറയുകയാണ്, ആമൻ, യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പോക എന്ന 1-2 പോയിന്റുകൾ ഞാനൊന്ന് പറഞ്ഞിട്ട് എന്റെ വാക്കുകൾ പരിമിതപ്പെടുത്താനായിട്ടാണ്. ഈ രാത്രി പൈതലെ, ദൈവത്തിന് വേണ്ടി പോകാനായിട്ട് ചിലരെ ഇതിനകത്ത് കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് ആ പോക എന്ന പദം എടുത്തു പറയാൻ ദൈവാത്മാവ് പറയുന്നത്. അപ്പൊ സഹോദരിമാരാകട്ടെ, സഹോദരന്മാരാകട്ടെ, ദൈവത്തിന് നിന്നെ കൊണ്ട്, നിന്നിൽ കൂടിയും ചിലത് ചെയ്യാനുണ്ട്, ചെയ്യിക്കാനുണ്ട്. അത് ഇന്ന് രാത്രി ഏറ്റെടുത്തിട്ട് സമർപ്പിക്കാൻ തയ്യാറാകുമോ? ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ദൈവം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. പോക, കർത്താവ് പറഞ്ഞ ആജ്ഞയാണ്. ആമേൻ. പോക എന്ന് അവനോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ ആമേൻ ഒരു സ്ത്രീയോട്, അഥവാ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ ശാസ്ത്രിമാർ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ആമേൻ പറയുകയാണ്, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 11-ാം വാക്യത്തിലാണ് അതിന്റെ ഒടുവിലത്തെ ഭാഗം. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ആ പദം മാത്രം ഒന്നെടുക്കാനായിട്ട് ദൈവാത്മാവ് പ്രേരണ തരികയാണ്. ആമേൻ. 8-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം എടുത്തവരുണ്ടോ എന്ന് വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 11-ാം വാക്യം. ഞാൻ തന്നെ വായിക്കാം. ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ആരും, സ്ത്രീയെ, അവർ എവിടെ? നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്റെ മറുപടിയാണ് ഇല്ല കർത്താവേ എന്നവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനിയും പാപം ചെയ്യരുത്. ഞാൻ ആ പഞ്ചായത്തിന്റെ ആ കാര്യത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുക, പോകാം, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പക്ഷെ ഇന്നു മുതൽ നീ പാപം ചെയ്യരുത്.
അപ്പൊ പഴയ ഏതു സാഹചര്യമായാലും യേശുവിന്റെ അടുക്കൽ വന്നാൽ അവൻ പുതിയതാക്കി നിന്നെ നയിക്കാൻ ദൈവം ശക്തനാ. പക്ഷേ പാപത്തോട്, പഴയ അനുഭവങ്ങളോട് നമ്മൾ വിട പറഞ്ഞിട്ട് യേശുവിന് വേണ്ടി നിൽക്കാൻ തയ്യാറായാൽ, കർത്താവിന്റെ ഇഷ്ടവും അത് തന്നെയാണ്, അവൻ പോകാ ഇനിയും പാപം ചെയ്യും. അങ്ങനെയാണെങ്കിൽ യേശു വന്നത് അവൻ കുറച്ചുപേരെ മാത്രം രക്ഷിക്കാനല്ലോ, അല്ല വന്നത്. സകല മാനവകുലത്തിന്റെയും പാപവും അതിനോട് ചേർന്ന് വരുന്ന ശാപവും അതിനോട് ചേർന്ന് വരുന്ന രോഗവും നീക്കി നിത്യജീവന്റെ ഉടമകളാക്കി ദൈവം ഒരുക്കുന്ന വീട്ടിൽ അവകാശവും ഓഹരിയും പ്രാപിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പുള്ള ദൈവമക്കളൊന്ന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആമേൻ. അപ്പൊ താൽക്കാലികമായ ഒരു കാഴ്ചപ്പാടല്ല, താൽക്കാലികമായ ഒരു വിടുതലല്ല, താൽക്കാലികമായി നാം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾക്ക് ഒരു പരിഹാരമല്ല കർത്താവ് ചെയ്യാൻ പോകുന്നത്. ശാശ്വതമായ ഒരു പരിഹാരം പാപത്തിനും ശാപത്തിനും രോഗത്തിനും മരണത്തിനും അധികാരം പ്രാപിച്ച കർത്താവ് നമ്മെ രക്ഷിച്ചവന്റെ മക്കളാക്കിയിരിക്കുന്നു എന്നുള്ള ഉറപ്പോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. റമന ശാന്തനബലവടക സന്തനാദിയാര. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി പഴയ അവസ്ഥകൾ മാറി പുതിയൊരു അനുഭവത്തിലേക്ക് കർത്താവിനെ പിൻഗമിക്കുവാൻ നമ്മെ വിളിച്ചിരിക്കുന്നു എന്ന് ഇന്ന് രാത്രി നമ്മുടെ അകത്തൊരു ഉറപ്പുണ്ടാകട്ടെ. ഇനിയും ഞാൻ ലോകത്തിനുള്ളവനല്ല, പാപത്തിനുള്ളവളല്ല, പാപത്തിനുള്ളവളല്ല, പിശാചിനുള്ളവളല്ല, ദൈവത്തിന്റെ വകയാണെന്ന് ഒരു വലിയ ഉറപ്പ് കർത്താവിൽ നിന്ന് നാം പ്രാപിക്കുന്നുവെങ്കിൽ നമ്മൾ മുൻപോട്ട് പോകാൻ തയ്യാറാകണം. മുൻപോട്ട് വിടാതെ വണ്ണം ചുറ്റിപ്പറ്റി നിൽക്കുന്ന എന്തു സാഹചര്യമാകട്ടെ അതിനെ മാറ്റിക്കൊണ്ട് നിന്നെ പുതുക്കി ബലത്തോടെ നയിക്കാൻ ദൈവം ശക്തനാണെന്ന് ഇന്ന് രാത്രി ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മറ്റൊരു ഭാഗം ഞാൻ അവിടെ കൂടുതൽ ഇങ്ങനെ ഈ രാത്രി കർത്താവ് തന്ന ഭാഗം മാത്രമാണ് ഞാൻ ചിന്തിക്കാനായിട്ടാകുന്നത്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 28-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ഒരു ഉപമയെ കുറിച്ച് നമുക്കറിയാം. ഒരപ്പന് 2 മക്കൾ ഉണ്ടായിരുന്നു. മൂത്തവന്റെ അടുക്കൽ ചെന്നിട്ട് മൂത്ത മകനോട് പറഞ്ഞു, മകനെ, നീ ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യണം. സ്തോത്രം. അപ്പനോട് മകനോട് അപ്പൻ പറഞ്ഞപ്പോൾ നല്ല പ്രതികരണമാ കിട്ടിയത്. ആദ്യം എന്താ? ഞാൻ പോകാം അപ്പ എന്ന് പറഞ്ഞു. സ്തോത്രം. ആദ്യത്തെ അനുഭവം പോകത്തില്ല, എനിക്ക് പറ്റത്തില്ല, എനിക്ക് കഴിയത്തില്ല എന്നുള്ള അനുഭവം. രണ്ടെണ്ണം, മൂത്ത മകനും ഇളയ മകനും, അത് 2 മക്കൾ. ആദ്യത്തെ മകന്റെ അടുക്കൽ ചെന്നപ്പോൾ നല്ലൊരു പ്രതികരണമാ കിട്ടിയത്. സ്തോത്രം. ഞാൻ പോകാമപ്പ എന്ന് പറഞ്ഞു. പക്ഷേ ആ മകൻ പോയില്ല. സ്തോത്രം. 2ാമത്തെ മകന്റെ അടുക്കൽ ചെന്നപ്പോൾ സ്തോത്രം പോകാൻ പറ്റത്തില്ലെന്നൊക്കെ തീർത്തു പറഞ്ഞെങ്കിലും ആ മകൻ പിന്നത്തേതിൽ അനുതപിച്ച് എൻ്റെ പിതാവല്ലേ എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് താൻ ആ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുവാനിടയായി തീർന്നു. ഈ 2 കാറ്റഗറി അഥവാ കേട്ട് അനുസരിച്ച് ചെയ്യുന്നവരും അഥവാ അനുതപിച്ച് പാപങ്ങളോടും പാപത്തിന്റെ അവസ്ഥകളോടും വിട പറഞ്ഞിട്ട് ദൈവിക പ്ലാനിനകത്താക്കി അഥവാ ദൈവപ്രവൃത്തി ചെയ്യാൻ വയലിലേക്ക് പുറപ്പെടുന്ന ഒരു മകനെ നമുക്ക് കാണാൻ കഴിയും. കർത്താവ് പറയുന്നത് അനുതപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വരുന്ന ഒരു ദൈവ പൈതലേ, നിനക്കവിടെ അനുഗ്രഹങ്ങളും നന്മയും അപ്പന്റെ അനുഭവങ്ങളും പ്രാപിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് പോകാ എന്ന് പറയുന്ന ഒരവസ്ഥ.
നോക്കണമേ, ആരംഭത്തിൽ നമ്മൾ വായിച്ചു, പോക, ഇനിയും നീ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞവളെ അനുഗ്രഹിച്ചയക്കുന്നു. ഇതേ ഒരു അപ്പൻ രണ്ടു മക്കളോട് വന്ന് രണ്ട് അനുഭവങ്ങളിൽ വ്യത്യസ്തമായ തരങ്ങളിൽ പറഞ്ഞപ്പോൾ നല്ല പ്രതികരണം കിട്ടി. പോകാമെന്നൊക്കെ പറഞ്ഞെങ്കിലും പോയില്ല. പക്ഷേ അടുത്തയാളിന്റെ അടുക്കൽ ചെന്നപ്പോൾ പ്രതികരണം ഇപ്പം ബുദ്ധിമുട്ട് വരുന്നതാണെങ്കിലും പിന്നെ അവൻ അനുതപിച്ച് അപ്പന്റെ ഇഷ്ടം ചെയ്യുന്ന മകനെയും നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി അപ്പന്റെ ഇഷ്ടം അറിഞ്ഞ് അനുതപിച്ച് അപ്പനോട് അപ്പന്റെ പ്രവൃത്തികൾ ചെയ്യാൻ വിളിക്കപ്പെട്ട ദൈവ പൈതലേ, നിന്നെ കൊണ്ട് എൻ്റെ കർത്താവിന് വലിയ കാര്യങ്ങളെ ചെയ്യാൻ കഴിയും. നിന്റെ സ്ഥിതി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രി ഉറപ്പുള്ള ഒരു സ്തോത്രം ചെയ്യാൻ തയ്യാറാകണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി നമ്മോട് ഇടപെടുന്ന ഒരനുഭവങ്ങളിലൂടെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-14 വാക്യത്തിൽ നിങ്ങൾ കേട്ടിട്ടുള്ള സംഭവം തന്നെയാണ്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഗിദെയോനോട് പറയുകയാ, നീ ഈ ബലത്തോടെ പോകുക, നീ മിദ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിച്ചിട്ട് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കും എന്ന് പറയുന്ന ഒരനുഭവം. ദൈവത്തിന് സ്തോത്രം. നോക്കണമേ, ഈ ബലത്തോടെ പോകാം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, മിദ്യാന്യരെ ഞാൻ നിന്നിൽ കൂടെ രക്ഷിക്കും. ഇന്ന് രാത്രി പിശാചിനാൽ പിടിപെട്ട് നന്മകൾ അപഹരിക്കപ്പെട്ട് കഴിയുന്ന ജനത്തിന് ദൈവത്തിന്റെ വിടുതൽ കൊടുക്കണമെങ്കിൽ ദൈവസനെ സമർപ്പിതരായവരെ കൊണ്ട് ദൈവത്തിന് കഴിയത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി നമ്മുടെ ഈ പ്രാർത്ഥനയിൽ ഈ കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നെ കൊണ്ട് ദൈവത്തിനൊരു വലിയ പദ്ധതി ഉണ്ടെന്ന് നീ മനസ്സിലാക്കി ദൈവിക ബലം ധരിച്ച് അഭിഷേകത്തോടെ മുന്നോട്ട് പോകാൻ തയ്യാറായാൽ നിന്റെ നന്മകളെ അപഹരിച്ചു വെച്ചിരിക്കുന്നത് അപകരിഞ്ഞു കളയുന്ന അനുഭവങ്ങളെ തന്ന് നിന്നെ പോഷിപ്പിക്കാൻ ദൈവം ശക്തനാണ്. അവിടുത്തെ കാര്യം നമുക്കറിയാം. ഇസ്രായേൽ ജനം വിതയ്ക്കും, അവർ മിദ്യാന്യർ വന്ന് എല്ലാം അപഹരിച്ചു കൊണ്ടുപോകുന്ന അനുഭവം. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവം നമുക്ക് തന്ന നന്മകളാണ് നാം അനുഭവിക്കുന്നത്. എല്ലാം ആവശ്യം പോലെ തരുന്ന നന്മകളെ നമ്മുടെ ഇഷ്ടത്തിന് വിനിയോഗിക്കാനുള്ളതല്ല, ദൈവിക പദ്ധതിക്ക് വേണ്ടി, ദൈവിക പ്ലാനിന് വേണ്ടി അത് വിനിയോഗിക്കാനാണ്. നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത് എല്ലാം ദൈവത്തിന് വേണ്ടി ഉള്ളതാണ്, ദൈവത്തിൽ നിന്നുള്ളതാണ്. അത് ദൈവത്തിന് വിനിയോഗിക്കുവാനായി സമർപ്പിതരാകുമെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന ചില അനുഭവങ്ങളെ, നഷ്ടപ്പെടുമെന്ന് പറയുന്ന തലമുറകളെ ദൈവം മടക്കിത്തരാൻ ശക്തരാണെന്ന് ഇന്ന് രാത്രി ആത്മാവ് പറയുക. നമുക്കവിടെ അറിയാം എന്തുകൊണ്ടാണ് മിദ്യാന്യരുടെ കയ്യിൽ അവരെ ഏൽപ്പിച്ചത്, ഇസ്രായേൽ ജനത്തെ ഏൽപ്പിച്ചതിന്റെ കാരണം അവിടെ വായിക്കുന്നുണ്ട്. 6-ാമത്തെ എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. വായിക്കുന്നത് 9-10 വാക്യങ്ങളിൽ വായിക്കുന്നു. അവർ അവന്റെ വാക്ക് കേട്ടനുസരിച്ചില്ല. യഹോവയാം ദൈവം അവരോട് അരുളി ചെയ്തു, പ്രവാചകന്മാർ നിമിത്തവും അല്ലാതെയോ അവരോട് ഇടപെട്ടിട്ടും അവർ ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിച്ചില്ല. അതുകൊണ്ടാണ് ശത്രുവിന്റെ കയ്യിൽ അവർ ഏൽപ്പിക്കപ്പെടാനിടയായിത്തീർന്നത്. ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരോട് ഇടപെടുക, വ്യക്തിപരമായി ഇടപെടുക, കുടുംബങ്ങളോട് ഇടപെടുക. നമ്മുടെ നന്മകളൊക്കെ അപഹരിക്കപ്പെട്ട് പോകുവാൻ കാരണം പലപ്പോഴും ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമ്മൾ കേട്ട് ചെയ്യാൻ തയ്യാറാകാത്തത് കൊണ്ട്. സ്തോത്രം. ഇസ്രായേൽ ജനത്തിന് പറ്റിയതും അതാണ്. ജാതികളുടെ ദൈവങ്ങളെ, വിഗ്രഹങ്ങളെ സേവിക്കുവാനായിട്ട് അവർ ദൈവവാക്ക് കേൾക്കാതെ മുൻപോട്ട് പോയപ്പോൾ ഇതാ മിദ്യാന്യരുടെ കയ്യിൽ അവരെ ഏൽപ്പിച്ചെന്ന് 6-ാമത്തെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്. അവരെ ഏൽപ്പിച്ചു. എന്നാൽ ഞാൻ പറയട്ടെ ദൈവമക്കളെ, അതിന്റെ അടുത്ത ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാ കാണുന്നത്, ഇവർ നിമിത്തം, മിദ്യാന്യർ നിമിത്തം. ഒത്തിരി ഭാഗങ്ങളുണ്ട്, അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അവർ ദൈവത്തോട് നിലവിളിച്ചു. ദൈവത്തോട് നിലവിളിക്കുന്ന, അനുതപിക്കുന്ന ഏത് ജീവിതത്തെയും
മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അവസ്ഥകൾ മാറ്റാൻ കഴിയും. ശത്രു അപഹരിക്കപ്പെട്ടിരിക്കുന്ന ചില നന്മകളെ ഇന്ന് രാത്രി മടക്കിത്തരുന്ന രാത്രിയാണെന്ന് ദൈവാത്മാവ് ഇടപെടുക. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയട്ടെ. അവൻ ദൈവത്തിന്റെ ഇഷ്ടത്തിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നമ്മുടെ നന്മകൾ നാം അനുഭവിക്കേണ്ട അനുഭവങ്ങൾ അപഹരിച്ചു കളയുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയിട്ട് അത് തിരികെ തരാൻ ദൈവത്തിന് കഴിയും എന്ന് ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അവൻ ഗിദെയോൻ എന്താ ചെയ്തത്? അവൻ ശത്രുവിന്റെ കയ്യിൽ കൊടുക്കാതെ അവൻ വിതയ്ക്കപ്പെട്ട വിത്തുകൾ വളർന്ന് ഫലമാകുമ്പോൾ മിദ്യാന്യർ കൊയ്തു മാറ്റുമ്പോൾ ഇതാ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് ധൈര്യത്തോടെ അവൻ നിന്ന് മെതിച്ചെടുക്കുന്ന ഒരു ഗിദെയോനെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇന്ന് രാത്രി അവൻ എന്തെങ്കിലും ഒരു വിടുതൽ കിട്ടി പോകാനുള്ള ഒരു കൂട്ടായ്മ അല്ലെന്ന് ദൈവാത്മാവ് സംസാരിക്കുക. ഇതിൽ കൂടെ വൻകാര്യങ്ങളെ കർത്താവിന് ചെയ്യാനുണ്ടെന്ന് ദൈവമക്കൾ അറിഞ്ഞിരിക്കട്ടെ. ഒരു താൽക്കാലികമായ എന്തെങ്കിലും ഒരു വിടുതൽ കൊണ്ട് നിർത്താനുള്ളതല്ല ദൈവത്തിന്റെ പദ്ധതി. അതേ വലിയ കാര്യങ്ങളെ കർത്താവിന് വേണ്ടി ചെയ്തണിപ്പിക്കുവാൻ ദൈവത്തിന് ഈ കൂട്ടായ്മയിൽ കൂടെ ഇതിൽ ജോയിൻ ചെയ്യുന്ന ഓരോ മക്കളെ കൊണ്ടും ദൈവത്തിന് ആവശ്യമുണ്ട്, ആഗ്രഹമുണ്ട്, പ്രവർത്തിക്കാനുണ്ട്. മാത്രമല്ല നിങ്ങളുടെ നന്മകൾ നിങ്ങൾ തന്നെ അനുഭവിക്കുവാൻ ശത്രു കൊണ്ടുപോകാതെ അതിനെ സ്വായത്തമാക്കുവാൻ വാഗ്ദത്തങ്ങളെ നിവർത്തിച്ചു തരുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് രാത്രി നമുക്കായി ജീവിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ആമേൻ, സ്തോത്രം. ആമേൻ, 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 ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. റിച്ചാർഡ് ജയസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരനോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. സ്തോത്രം. തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം. നാളുകളായി ചില പ്രവൃത്തികൾ ഫലങ്ങൾ കാണാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നു എന്ന് ദൈവാത്മാവ് പറയുക. എന്നാൽ ഈ ദിവസങ്ങളിൽ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കട്ടെ. എന്നോടുകൂടെ എൻ്റെ ദൈവമുണ്ടെന്നുള്ള ഉറപ്പ് പ്രാപിക്കട്ടെ. അങ്ങനെയെങ്കിൽ നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരുമെന്ന് ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ആമേൻ. ഷീല എലിയാസ് എന്ന് പറയുന്ന ദാസിയോട് ഇടപെടുക. പ്രാർത്ഥനയിൽ കുറവ് വന്നിട്ടുണ്ട്. ആമേൻ. വിശ്വാസത്തിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ ഉറയ്ക്കട്ടെ. വിശ്വാസത്തിൽ ഉറപ്പ്, പ്രാർത്ഥനയിൽ ജാഗരിപ്പാൻ തയ്യാറാകുമെങ്കിൽ ചില നന്മകളെ പിടിച്ചൊതുക്കിയിരിക്കുന്ന അനുഭവങ്ങളെ മാറ്റി നീ ആ നന്മയിലേക്ക് നയിക്കപ്പെടുവാൻ ഇടവരുമെന്ന് ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നോക്കണമേ, ആ മിദ്യാന്യരുടെ കയ്യിൽ നിന്നും വിടുവിച്ചെടുക്കുവാൻ ഞാൻ നിന്നെ അയക്കുന്നു എന്നാണ്. പോകാൻ ഞാൻ നിന്നെ അയക്കുന്നു എന്നാണ് പറയുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവമാണ് നമ്മളെ അയക്കുന്നത്. ദൈവമാണ് നമ്മോട് പോകാൻ പറയുന്നത്. എന്തിനു വേണ്ടി പോകണം, എങ്ങനെ പോകണം, കൂടുതൽ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെ നന്മകളെ നമ്മൾ പ്രാപിപ്പാൻ ഇടയായി തീരും. അതേ ആ പാരമ്പര്യത്തിൽ നിന്ന്, പൈശാരിക മണ്ഡലത്തിൽ നിന്ന്, അമോന്യതയുടെ എല്ലാ ആ ശക്തിയിൽ നിന്ന് വിടിവിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുവാനായിട്ട് ദൈവം അവരെ ഗിദെയോനെ ഉപയോഗിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മറ്റൊരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ ഇങ്ങനെയാ വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നെന്ന് ഘോഷിപ്പീൻ, രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, ദൈവവചനപ്രകാരം ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ട ദൈവ പൈതലേ, ഇതിന്റെ ദൗത്യമാണ് നീ പോകുമ്പോൾ ദൈവരാജ്യം പ്രഘോഷിക്കുവാനായിട്ട് നിന്നെ ആക്കി വെച്ചിരിക്കുന്നു. സ്തോത്രം. മാത്രമല്ല നിനക്കൊരു അധികാരം ദൈവം തന്നിരിക്കുന്നു. സ്തോത്രം. ആ അധികാരം ഉപയോഗിക്കാനുള്ള വിശ്വാസവും സമർപ്പണമുണ്ടെങ്കിൽ, ഒന്ന്, യേശു മരിച്ചത് പാപികൾക്ക് വേണ്ടിയാണ്. യേശു മരിച്ചത്
ആമേൻ നമ്മെ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ നിന്ന് വീണ്ടെടുക്കാനാണ്. അവൻ വീണ്ടെടുപ്പിന് വില കൊടുത്തത് വെള്ളി പൊന്നല്ല, ആമേൻ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കമായ ആ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് നിന്നെ വിലയ്ക്ക് വാങ്ങിയപ്പോൾ ആരെല്ലാം വിലയില്ലെന്ന് പറഞ്ഞാലും ആരെല്ലാം തള്ളിയെന്ന് പറഞ്ഞാലും എന്റെ ദൈവത്തിന് നീ വിലയേറിയവളാണ്, വിലയേറിയവനാണ്. ഉറപ്പുള്ളവർ കരമുയർത്തി സ്തോത്രം ചെയ്യാൻ തയ്യാറാകണം. നമുക്കൊരു മുൻപിൽ ഒരു ദൗത്യമുണ്ട്. ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നുവെന്ന് പറയാൻ. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ സർക്കാർ, കേന്ദ്ര സർക്കാരൊക്കെ ആമേൻ സുവിശേഷം പറയാൻ പാടില്ല, ബൈബിള് വായിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള കർശനമായ നിയമങ്ങളിലൊക്കെ കൊണ്ടുവരികയാണ്. അങ്ങനെയാണെങ്കിൽ അന്ന് നമ്മൾ ഇത് ചെയ്യാൻ പറ്റുമോ? സ്തോത്രം. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് നമ്മുടെ രാജ്യത്തെ. നമ്മുടെ രാജ്യത്ത് വലിയ ഉണർവ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുക, നടന്നുകൊണ്ടിരിക്കുക. അനേക ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, വലിയൊരു പ്രവൃത്തി. അങ്ങനെയെങ്കിൽ ഈ നിയമങ്ങളെ മാറ്റാൻ ദൈവത്തിന് കഴിയും, രേഖയെ തിരുത്താൻ ദൈവത്തിന് കഴിയും. ദാനിയേലിനെതിരെ രേഖ എഴുതിയപ്പോൾ അതിനെ തിരുത്താൻ കരുത്തുള്ള ദൈവമാ നമ്മുടെ ദൈവം. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യാൻ തയ്യാറാകണം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നമ്മൾ വിലപ്പെട്ടവരാണ്. നമ്മെ വീണ്ടെടുത്ത് അവന്റെ മക്കളാക്കിയെങ്കിൽ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടാൻ ഇനി പിന്നെയും ദൈവാത്മാവ് ഇടപെടുക. ഇതിനകത്ത് അനേകര് ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടേണ്ടവരുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. നിനക്ക് തന്നിരിക്കുന്ന താലന്തുകളെ നീ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകുമ്പോൾ മറ്റൊന്നും നോക്കണ്ട, സാഹചര്യങ്ങൾ നോക്കണ്ട. അവൻ പക്ഷേ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ദൈവം ചെയ്യുമെന്ന് ഇന്ന് രാത്രി ഈ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ ഓരോരുത്തരോടും ആലോചന പറയാ. അതുരകല ഘടകമനക ദുരിപ്രൗഢം ജാനകതീര ഭൗഷപ്രൗഢ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. വലിയ ദൈവപ്രവൃത്തി ദിവസങ്ങളിൽ വെളിപ്പെടും. ദൈവമക്കളെ വിശ്വസിക്കാൻ തയ്യാറാകട്ടെ. അവനൊരു പ്രാർത്ഥനയിൽ അന്ന് വന്നു കയറി എന്താ നടക്കുന്നതല്ലേ, എന്താ എന്നോട് പറയുന്നതെന്ന് പറഞ്ഞു പോകാനുള്ളവരല്ല. യേശു ക്രിസ്തുവിന് വിലയ്ക്ക് വാങ്ങി നിന്നെ ദൈവരാജ്യത്തിന്റെ അവകാശിയാക്കി ദൈവിക അധികാരം തന്ന് നിന്നെ നിർത്തിയിരിക്കുമ്പോൾ നീ പറയാൻ തയ്യാറാകട്ടെ, പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. ദൈവിക വിടുതൽ നമ്മുടെ അവകാശമാണ്. ഹല്ലേലൂയ. ആമേ സ്തോത്രം. ആമേ പത്രോസിന്റെ 1-ാം ലേഖനം 2-ാമത്തെ 24-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്: നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആമേൻ. പാപവും അത് നിമിത്തമുള്ള ശാപവും അത് നിമിത്തമുള്ള രോഗങ്ങളും കർത്താവിന് മാറ്റാൻ കഴിയും. ശാപം നീക്കാൻ കഴിയും, രോഗങ്ങൾ നീക്കാൻ കഴിയും, പാപങ്ങളെ നീക്കാൻ കഴിയും. നമ്മുടെ അവസ്ഥയ്ക്ക് വലിയ മാറ്റം വരുത്തി നമ്മെ ജയത്തോടെ നടത്താൻ വിശ്വസ്തനായ ഒരു നല്ല കർത്താവിനെയാണ് ഞാൻ സേവിക്കുന്നതെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട്? അവൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ. അല്പസമയം ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകട്ടെ. അവനോട് ഇങ്ങനെയാ പറഞ്ഞത്: നീ പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അവൻ നോക്കണമേ, താൻ ഇരുന്ന സ്ഥലം ശാപഗ്രസ്തമായിരുന്നു, അത് മാറി. താൻ ഇരുന്നത് ഇരക്കാനാണ് ഇരുന്നത്. ആമേൻ. അത് മാറ്റി. മാത്രമല്ല, തന്റെ അകക്കണ്ണുകളെ ദൈവം തുറന്നു. ആമേൻ. പുറമേയുള്ള കണ്ണ് മാത്രമല്ല, തന്റെ അകക്കണ്ണുകളെ തുറന്നു. ആ തുറന്ന യേശുവിനെ താൻ അനുഗമിച്ചു. 52-ാം വാക്യത്തിൽ നമ്മൾ അതാ വായിച്ചത്. ആമേൻ. അവൻ യേശുവിനെ അനുഗമിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇതിനകത്ത് ജോയിച്ചിരിക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ, ആമേ, താൽക്കാലികമായ എന്തെങ്കിലും ഒരു വിടുതലാണോ നമുക്ക് വേണ്ടത്? അതോ നിത്യമായ ഒരു നിത്യരക്ഷയുടെ കാരണനായ കർത്താവിൽ കൂടെ വിടുതൽ പ്രാപിച്ച് കർത്താവിനോട് നിൽക്കുവാൻ എത്ര പേർക്ക് സമർപ്പിക്കാം? എത്ര പേർക്ക് ഇന്ന് രാത്രി സമർപ്പിക്കാൻ കഴിയും? ഒരുപാട് പേരോട് സംസാരിക്കാനുണ്ട്. അത് ഈ വചനമാണ് സംസാരിക്കുന്നത്. സ്ഥിതി മാറ്റുന്ന, അവസ്ഥ മാറ്റുന്ന ഒരു നല്ല കർത്താവ് എനിക്ക് വേണ്ടി ജീവിക്കുന്നുവെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും? അവർ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. നിങ്ങൾ അഭിമുഖിക്കുന്ന ഏതു സാഹചര്യങ്ങൾ ആകട്ടെ, അതിന് മാറ്റം തരുവാൻ, വിടുതൽ തരുവാൻ, എഴുന്നേൽപ്പിച്ച് കർത്താവിനെ ഫോളോ ചെയ്യുവാൻ, കർത്താവിനെ
പിൻഗമിക്കുവാൻ, കർത്താവിനെ അനുഗമിക്കുവാൻ തക്കവണ്ണം നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുമ്പോൾ പൂർണ്ണമായി സമർപ്പണത്തോടെ മുന്നേറാൻ കഴിയുമെങ്കിൽ ഈ രാത്രി നമുക്ക് സമർപ്പിക്കാം. പോകാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവൻ എന്താ ചെയ്തത്? അവൻ യേശുവിനെ അനുഗമിച്ചു. പോകാമായിരുന്നു, അവിടെ അവസ്ഥയ്ക്ക് അമ്മ മാറ്റം വരുത്തിയപ്പോ പോകാമായിരുന്നു. പക്ഷേ യേശുവിനെ അനുഗമിച്ചു. യേശുവിനെ പിൻഗമിക്കുവാൻ, യേശുവിനെ അനുഗമിപ്പാൻ, അന്ത്യത്തോളം വിശ്വസ്തയോടെ നിൽക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു നിമിഷം ഞാൻ തയ്യാറാണ്. ആമേൻ. എന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് താല്പര്യപ്പെടുന്നവർ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിപ്പിടിക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്തോത്രം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യും. ഇതിൽ ജോയിച്ചിരിക്കുന്ന ഓരോ നിന്റെ ദാസന്മാരോടും അങ്ങിടപെട്ടത് കൊണ്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി. ആമേ, ഞങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കി, ഞങ്ങളുടെ പാപങ്ങളെ നീക്കി, ഞങ്ങളെ ശാപങ്ങളിൽ നിന്നും ശാപഗ്രസ്തമായ അനുഭവങ്ങളിൽ നിന്നും വിടുതൽ തന്ന് ഞങ്ങളെ ജയത്തോടെ നടത്താൻ കർത്താവ് ശക്തനായ ദൈവമാണ്. അങ്ങ് ഞങ്ങളുടെ പാപത്തിന് വേണ്ടി, രോഗത്തിന് വേണ്ടി, ശാപത്തിന് വേണ്ടി കാൽവറിയിൽ ശാപമരണം ഏറ്റു, മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ആ ജീവിക്കുന്ന കർത്താവിന്റെ ധന്യമായ അനുഗ്രഹങ്ങൾ ഈ നിന്റെ ജനത്തിന്റെ മേൽ സംഭവിക്കട്ടെ. ഏത് വിഷയത്തിന് വേണ്ടി ഒരു പ്രാർത്ഥിക്കണം അപേക്ഷിച്ച് കരങ്ങൾ ഉയർത്തിയോ, ആ കരത്തിന്റെ മേൽ നിന്റെ ശക്തമായ വിടുതൽ ഇന്ന് രാത്രി നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രസ്ഥാനത്തെ പിന്നെയും വളർത്തും, വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. പ്രാർത്ഥന ഘടനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ സംഭവിക്കട്ടെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ വന്ന് വചനം സംസാരിക്കാനുള്ള അവസരം ഒരുക്കിയ പ്രിയ ബീന അജയോടും കേട്ടിരുന്ന എല്ലാ ദൈവദാസിമാരോടും ദാസന്മാരോടും നന്ദി പറയുന്നു. പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കും.